സ്കിൽബി 10x ഡിജിറ്റൽ സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ രസകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സ്കിൽബി 10x ഡിജിറ്റൽ സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ചിന്തിച്ചു നോക്കൂ, എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 86,400 രൂപ ക്രെഡിറ്റ് ആകുന്നു. എന്നാൽ ആ ദിവസത്തിന്റെ അവസാനം നിങ്ങൾ ചിലവാക്കാത്ത ബാക്കി തുക മുഴുവൻ അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തു ചെയ്യും? ആ തുകയിലെ ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താതെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളത് ചിലവാക്കില്ലേ? തീർച്ചയായും ചെയ്യും. സുഹൃത്തുക്കളെ, ഇതേ നിയമം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സമയത്തിനുമുള്ളത്. എല്ലാ ദിവസവും രാവിലെ നമുക്ക് 86,400 സെക്കൻഡുകൾ ലഭിക്കുന്നുണ്ട്. നമ്മളത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആ ദിവസത്തിന്റെ അവസാനം അത് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെട്ട സമ്പത്ത് നമുക്ക് തിരികെ നേടാം, പക്ഷേ കഴിഞ്ഞുപോയ ഒരു നിമിഷം കോടികൾ കൊടുത്താലും തിരികെ കിട്ടില്ല. നമസ്കാരം, നിങ്ങളുടെ സ്വന്തം സ്കിൽബി 10x ഡിജിറ്റൽ സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതവും കഴിവുകളും 10 ഇരട്ടിയായി വളർത്താൻ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സമയത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ്. സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ നാളത്തെ വിജയത്തെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിലമതിക്കാനാവാത്ത ആ വലിയ നിക്ഷേപത്തെക്കുറിച്ചാണ്, സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയെഴുതിയേക്കാം. പുലർച്ചെ 5 മണിക്ക് ഉണരുന്നത് നിങ്ങളുടെ ജീവിത വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് രാജന്റെ ജീവിതകഥയിൽ നിന്ന് അത് മനസ്സിലാക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ തന്റെ ജീവിതം മാറ്റിയെടുക്കാം എന്നതിന്റെ കഥയാണിത്. പണമില്ല, ഭാവിയില്ല, പ്രതീക്ഷയില്ല. എന്നാൽ ഒരു ലളിതമായ രഹസ്യം അയാളുടെ ജീവിതം മാറ്റിമറിച്ചു. വെറും 90 ദിവസങ്ങൾ കൊണ്ട് തന്റെ ജീവിതത്തെ പാടെ മാറ്റാൻ അയാൾ ചെയ്ത ആ കാര്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. നമ്മൾ ജീവിത വിജയം നേടിയ ആൾക്കാരിൽ നിന്നും പലതും കണ്ടുപഠിക്കാനുണ്ട്, ശരിയല്ലേ? രാജന്റെ ജീവിതം അതൊരു തളിച്ചിടപ്പെട്ട ജീവിതമായിരുന്നു. ഒരു ചെറിയ പട്ടണത്തിലെ വലിയൊരു വെയർഹൌസിൽ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരുന്നു 32 വയസ്സുകാരൻ രാജൻ. രാത്രി 8 മണിക്ക് ജോലിക്ക് പോകും, രാവിലെ 6 മണിക്ക് അതിശക്തമായ ക്ഷീണത്തോടെ വീട്ടിലെത്തും. തുച്ഛമായ ശമ്പളം, ഒരൊറ്റ മുറി മാത്രമുള്ള വീട്, പൊട്ടിയ ഫാൻ, തറയിലെ മെത്ത, ഇതായിരുന്നു അയാളുടെ ലോകം. ദാരിദ്ര്യത്തെക്കാൾ അധികം രാജനെ വേദനിപ്പിച്ചത് താൻ ഒരിടത്ത് തളയ്ക്കപ്പെട്ടുപോയി എന്ന ചിന്തയായിരുന്നു. മറ്റുള്ളവർ സ്വപ്നങ്ങൾക്കായി ഉണരുമ്പോൾ താൻ ഉറങ്ങാൻ പോകുന്നത് അയാൾക്ക് സഹിക്കാനായില്ല. ഒരു മാറ്റത്തിനായി അയാൾ ആഗ്രഹിച്ചു, പക്ഷെ എവിടെ തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു. ആ മാറ്റത്തിന്റെ നിമിഷം അമ്മയുടെ പെട്ടെന്നുണ്ടായ അസുഖവും ആശുപത്രിവാസവുമാണ് രാജനെ ചിന്തിപ്പിച്ചത്. എന്റെ ജീവിതം പാഴായതുപോലെ നീ നിന്റേത് കളയരുത് എന്ന അമ്മയുടെ വാക്കുകൾ അയാളുടെ ഉള്ളിൽ തറച്ചു. ആ രാത്രി ആശുപത്രിക്ക് പുറത്ത് പുലർച്ചെ 5 മണിക്ക് നിൽക്കുമ്പോൾ രാജനൊരു തീരുമാനമെടുത്തു. ഇനിമേലിൽ ഇങ്ങനെ ജീവിക്കില്ല. തിരിച്ചുള്ള ബസ് യാത്രയിൽ പട്ടണത്തിലെ പ്രമുഖ വ്യവസായിയായ മിസ്റ്റർ സുശീലിനെ രാജൻ കണ്ടുമുട്ടി. അത്രയും വലിയൊരു മനുഷ്യൻ രാവിലെ 6 മണിക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നത് കണ്ട് അത്ഭുതപ്പെട്ട രാജനോട് അദ്ദേഹം ആ രഹസ്യം വെളിപ്പെടുത്തി. പുലർച്ചെ 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള ആ 2 മണിക്കൂറുകൾ, അതാണ് മാന്ത്രിക മണിക്കൂറുകൾ. ലോകമുറങ്ങുമ്പോൾ നിനക്ക് നിന്റെ ഭാവി പണിയാനുള്ള സമയം. മിസ്റ്റർ സുശീൽ നൽകിയ 3 നിയമങ്ങൾ. വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്റെ ഉറക്കക്രമം മാറ്റാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരു വീടിന്റെ ചിത്രം വരച്ച് രാജനെ പഠിപ്പിച്ചു. നിയമം 1, വിട്ടുവീഴ്ചയില്ല. ശനി ഞായർ വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും കൃത്യം 5 മണിക്ക് ഉണരണം. നിയമം 2, ഉറക്കം പ്രധാനം. രാത്രി 9 മണിക്ക് തന്നെ ഉറങ്ങണം. ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്, പക്ഷേ അത് എപ്പോൾ വേണമെന്ന് നീ തീരുമാനിക്കണം. നിയമം 3, സ്ഥിരത. ആദ്യ ഒരാഴ്ച നരകതുല്യമായിരിക്കും. 21 ദിവസം കഴിയുമ്പോൾ അത് ശീലമായി മാറും. 90 ദിവസമാകുമ്പോൾ അത് നിന്റെ സ്വഭാവമായി മാറും. 90 ദിവസത്തെ പോരാട്ടം. രാജൻ തന്റെ പോരാട്ടം ആരംഭിച്ചു. പുലർച്ചെ 5 മുതൽ 6 വരെ അദ്ദേഹം യൂട്യൂബിലൂടെ സൗജന്യമായി എക്സലും അക്കൗണ്ടിങ്ങും പഠിച്ചു. 6 മുതൽ 7 വരെ വ്യായാമം ചെയ്യുകയും വായനയിൽ ശ്രദ്ധിക്കുകയും ചെയ്തു. ആദ്യ ദിവസങ്ങളിൽ ശരീരം എതിർത്തെങ്കിലും 20-ാം ദിവസം കഴിഞ്ഞപ്പോൾ അലാറം അടിക്കുന്നതിന് മുൻപേ അയാൾ ഉണർന്നു തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ അക്കൗണ്ടിങ്ങിൽ പ്രാവീണ്യം നേടി. തന്റെ ജോലിസ്ഥലത്തെ ഇൻവെന്ററി കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ഒരു എക്സൽ ഷീറ്റ് തയ്യാറാക്കി. ഇത് ശ്രദ്ധിച്ച മാനേജ്മെന്റ് തോമസിന് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇരട്ടി ശമ്പളത്തിൽ ജോലി നൽകി.
വിജയം ഒരു ലക്ഷ്യമല്ല. 1 വർഷത്തിനു ശേഷം രാജൻ ആ കമ്പനിയുടെ ലീഡ് അക്കൗണ്ടന്റ് ആയി. അമ്മയെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. നല്ല ചികിത്സ നൽകി. ഇന്നും അദ്ദേഹം 5 മണിക്ക് ഉണരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ചോദിക്കാറുണ്ട്, ഇത്രയും വിജയിച്ചിട്ടും എന്തിനാണിത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്? രാജന്റെ മറുപടി ഇതായിരുന്നു, വിജയമെന്നത് ഒരു ലക്ഷ്യമല്ല, അതൊരു നിത്യവും പരിശീലനമാണ്. എന്റെ പരിശീലനം പുലർച്ചെ 5 മണിക്ക് തുടങ്ങുന്നു. നിങ്ങൾക്കുള്ള വെല്ലുവിളി: രാജനേക്കാൾ സൗകര്യങ്ങൾ നിങ്ങൾക്കിന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്കെത്താൻ വേണ്ടത് കഴിവല്ല, മറിച്ച് മറ്റുള്ളവർ ഉറങ്ങുന്ന സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. സ്റ്റെപ്പ് 1: ഇന്ന് രാത്രി അലാറം 5 മണിക്ക് വയ്ക്കുക. ഫോൺ കൈയെത്താത്ത ദൂരത്ത് വയ്ക്കുക. സ്റ്റെപ്പ് 2: ആദ്യത്തെ 1 മണിക്കൂർ എന്തു പഠിക്കുമെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. സ്റ്റെപ്പ് 3: രാത്രി 9 മണിക്ക് ഉറങ്ങുക. അനാവശ്യമായി ഫോൺ നോക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ തയ്യാറാണോ? നാളെ പുലർച്ചെ 5 മണിക്ക് നിങ്ങൾ എന്തു പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്? താഴെ കമന്റ് ചെയ്യുക. നാളെയുടെ കാര്യങ്ങൾ ഇന്നറിയാം, ഇന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ അറിയാം എന്ന് പഴമൊഴികൾ പറയാറുണ്ട്. നമ്മൾ നാളെ ആരായി തീരും എന്നതിന്റെ ഉത്തരം ഇന്ന് ഈ നിമിഷം നമ്മൾ എന്തു ചെയ്യുന്നു എന്നതിലാണ് ഇരിക്കുന്നത്. സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ സ്കില്ലുകൾ വളർത്താനും സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുന്ന മറ്റാരോ നിങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലെത്തും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമയം ഇനിയും ബാക്കിയുണ്ട് എന്ന് കരുതി കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. ആ വലിയ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ തുടങ്ങുക. നിങ്ങളുടെ കഴിവുകളെ 10 ഇരട്ടിയായി വളർത്താൻ ഈ നിമിഷം മുതൽ തീരുമാനമെടുക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളിൽ ചെറിയൊരു മാറ്റമെങ്കിലും വരുത്തിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്നും കുറച്ചു സമയം മാറ്റിവെച്ച് സമയത്തെക്കുറിച്ച് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. നമുക്കത് ഒരുമിച്ച് പരിഹരിക്കാം. പുതിയ അറിവുകളും അവസരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സ്കിൽബി 10x ഡിജിറ്റൽ സ്കൂളിനൊപ്പം പഠിക്കുക, വളരുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.